ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? ഇത് കണ്ടപ്പോൾ തന്നെ അറിയാലോ എന്താണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കാം എന്തൊക്കെയാണ് വേണ്ടത്. ഇതിലോട്ട് ചട്ടിപ്പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക്. എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. കട്ടാക്കി വെച്ചിട്ടുള്ള അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറുതായി കട്ടാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി, 3 സ്പൂണ് പഞ്ചസാര. 3 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 3 നേന്ത്രപ്പഴം നന്നായിട്ട് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അതിലേക്കുള്ള മുട്ട ചിക്കിയെടുക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് മുട്ടയിൽ പഞ്ചസാര ചേർത്തിട്ടാണ് ചിക്കിയെടുക്കുന്നത്. ഇത് ചിക്കിയെടുത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ടത് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്കുള്ള ചപ്പാത്തി നമുക്ക് പരത്തിയെടുക്കാം. മൈദ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഒന്നും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് മൈദ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് സെറ്റായി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ്. ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച് പരത്തിയെടുക്കാം. പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എനിക്ക് 5 പത്തിരിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് 1/2 കപ്പ് പാലും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റാക്കി എടുക്കാം.
ഇപ്പം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മുക്കിയെടുത്ത് നമുക്ക് പാനിൽ സെറ്റാക്കി എടുക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ആ പാല് മുട്ടയും മിക്സ് ചെയ്തിട്ടുള്ളത് ബാക്കി വന്നത് ഇതിൻ്റെ മുകളിലൂടെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് വെച്ചിട്ട് 10 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ട് വേവിച്ചതാണിത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ചട്ടിപ്പത്തിരി റെഡി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.